നീ എന്തതിനൊരു പോംവഴി? എനിക്കൊന്നും അറിയില്ല. അവളങ്ങോട്ട് പോയില്ല എന്നാ പറയണേ. ആലോചിച്ചിട്ട് എനിക്കൊരു എത്തുപിടിയും കിട്ടണില്ല ജാസ്മിയെ. അളിയനെ അറിഞ്ഞോ അവളിങ്ങോട്ട് വന്ന കാര്യം? ഞാൻ ആരുടെ അടുത്ത് ഒന്നും പറയാൻ പോയിട്ടില്ല. പറയണം, അല്ലാണ്ട് എത്ര കാലം നമ്മളിത് ഒതുക്കി വെക്കും? ഒതുക്കി ഒതുക്കി വെച്ചിട്ടാണ് ഇപ്പം ഇത് ഇത്ര വഷളായത്. ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് ഒന്നും വേണ്ടായിരുന്നോന്ന്. അന്ന് അവൾ ഇതൊന്നും നമ്മുടെ അടുത്ത് പറയാണ്ടേ അവനോട് ഇറങ്ങിപ്പോയതാണെങ്കിൽ നമ്മൾ ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് മാത്രമാണ്. അവൻ്റെ വീട്ടുകാർക്ക് നമ്മൾ എന്ത് സമാധാനം പറയുക? അവൾ വേറൊരാളുടെ മനസ്സിൽ വെച്ചിട്ട് അവൻ്റെ മകനക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതേ വലിയ തെറ്റാണ്. ഇനി അതും പോരാണ്ട് ഇവൾ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ തന്നെ വേറൊരു മകനെയും കൂടിയാണെന്ന് അറിഞ്ഞാലേ എന്തായിരിക്കും അവർ പറയുക? എനിക്കൊന്നും അറിയില്ല താത്ത. അവളിങ്ങോട്ട് വരുമ്പോൾ അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടാണോ വന്നില്ലേ? പനിയാണ് പറഞ്ഞിട്ടാ വന്നിക്കണ്. തീരെ വയ്യ, ഒരാഴ്ച വീട്ടിൽ പോയിട്ട് നിന്നിട്ട് വരാമെന്ന് അത്ര പറഞ്ഞ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അവളുടെ അമ്മായിമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് പാവം ദിവസം 2-3 നേരം ഇങ്ങനെ വിളിക്കും. ഇവിടെ വയ്യ പറഞ്ഞിട്ട് വന്നതല്ലേ, മാറിയോന്നറിയാനേ. അല്ല, ഇവള് സ്നേഹിച്ചതും ഫൈസലിൻ്റെ അനിയനും ഒക്കെ ഒരാളാണെന്ന് ഇവൾക്ക് എങ്ങനെ മനസ്സിലായാണാവോ? അല്ല, അറിയാനിപ്പോൾ വലിയ സമയമൊന്നും വേണ്ടല്ലോ അല്ലേ? ഒരു വീട്ടിൽ കഴിയുന്ന ആൾക്കാരാകുമ്പോൾ അവൻ്റെ ഫോട്ടോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമ്പോളേ. അതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഒരു ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ട് ഫോണിൽ എന്നെ വിളിച്ചിട്ട് പെണ്ണ് ഒരേ കരച്ചിലായിരുന്നു. ഞാൻ ആകെ ബേജാറായില്ലേ. എന്താണാവോ പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടുമില്ലല്ലോ. പിന്നെ ചുറ്റും കേൾക്കുന്നത് അങ്ങനത്തെ ഓരോ വാർത്തകളും. ഞാൻ ആകെ പേടിച്ച് വല്ലാണ്ടായേ. ഞാൻ എന്നിട്ട് നീ കാര്യം എന്താ വെച്ചാൽ പറയടേ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരികയാണ്, ഒക്കെ അവിടെ വന്നിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും ചെയ്തു. പെണ്ണ് ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു സമാധാനം പറഞ്ഞതുണ്ടായിരുന്നില്ല. പിന്നെ അവൾ ഇങ്ങോട്ട് വന്നത് ഞാൻ ചോദിച്ചു, എന്താടേ എന്താ കാര്യം വെച്ചാൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കണ്ടുപിടിച്ച് തന്നത് സൽമാൻ്റെ ഏട്ടനായിരുന്നു എന്നും പറഞ്ഞിട്ട് പെണ്ണ് ഒരേ കരച്ചിലായിരുന്നു. ഞാനത് കേട്ടപ്പോൾ ആകെ എന്തോ പോലെയായി. അവളുടെ കല്യാണം കഴിയുമ്പോൾ ഒക്കെ മറക്കും പറഞ്ഞിട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം കയറി വരും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവളുടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കാന്നറിയാത്ത അവസ്ഥയായി. അവളുടെ അമ്മായിമ്മയാണ് ഇന്നതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം വിളിക്കണം. അങ്ങനെ ഒരു അമ്മായിമ്മനെ കിട്ടാനേ പുണ്യം ചെയ്യണം. എന്താ കാട്ടണം, അവൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. നിങ്ങളത് കട്ടാകുമ്പോഴേക്ക് എടുക്കി. ഹലോ. ആ ആ ശരി. ആ വരീന്ന. എന്താന്ന് അവർ പറയണ? അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രേ. അവളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസമായില്ലേ. വെയ്യായിൻ്റെ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടി വരികയായിരിക്കും. ഞാൻ അവർ വന്നിട്ട് പോകുമ്പോൾ വിളിയും കൂട്ടിയിട്ട് പോകണമെന്ന് പറയുവാണാവോ? അങ്ങനെ പറഞ്ഞാലും ഇവിടെ അങ്ങോട്ട് പോകുമോ? വിളി ഞാൻ അങ്ങോട്ട് പോകുകയില്ല പറഞ്ഞിട്ടല്ലേ ഇരിക്കണ്. താത്ത നിങ്ങളൊരു കാര്യം ചെയ്യേ, അവർ വന്നാലേ അവൻ്റെ ഉമ്മാൻ്റെ അടുത്തെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയേ. അവൾ കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും നമുക്ക് ആർക്കും താല്പര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ മറന്നിട്ട് തന്നെയാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്നൊക്കെ. എങ്ങനെ ഞാനത് പറയുക? ഇനി പറയുമ്പോൾ അവരെന്ത് പറയണാവോലെ? ആലോചിച്ചിട്ട് തന്നെ എനിക്ക് കയ്യും കാലും വിറയ്ക്കണു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവരെന്ത് പറയണമെന്നുള്ളത് പിന്നെയല്ലേ. നമ്മുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു, അത് നമ്മൾ അവൻ്റെ അടുത്ത് തുറന്ന് പറയണം. അപ്പം അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നല്ലൊരു സ്ത്രീയാണ്. നിങ്ങൾ ഈ പേടിക്കും പോലെ ഒരു പ്രശ്നത്തിലൊന്നും അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചിലപ്പോൾ ഒന്നും പറയില്ലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർ ഇതൊക്കെ അറിയുമ്പോൾ എന്താ പറയാന്ന് നമുക്കറിയില്ലല്ലോ. അവനും അവൻ്റെ പാപ്പയൊക്കെ ഇത് അറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവുകയാണാവോ. ഇനി നമ്മൾ അതൊന്നും നോക്കണ്ട. എന്തായാലും ഈ പ്രശ്നം അതേ കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം നിങ്ങൾ അവളിനെ ഇവിടെ പിടിച്ചിരുത്തും? നീ പറയണതൊക്കെ ശരി തന്നെയാണ്. ആ അതന്നെ ഞാൻ പറയണത് താത്ത. നമുക്കിത് ഇവിടെയും കൊണ്ട് അവസാനിപ്പിക്കാം. ആ പറയും പോലെ നാളെ അവർ വരുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാര്യം അളിയൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചോളി. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നീ എന്താ എന്നെ ഒന്നും അറിയിച്ചില്ല എന്നുള്ള ചോദ്യം നാളെ ഞാൻ അളിയൻ്റെ ഭാഗത്തുനിന്ന് വരണ്ട. നിങ്ങൾ അളിയൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാനും നിങ്ങളും കൂടിയിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇഷ്ടത്തോടെ തന്നെയാണ് ഈ കല്യാണത്തിന് സമ്മതിച്ച്. പിന്നെ എന്തിനാ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പറയണത് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നതാന്ന് പറയേ. പിന്നെ കല്യാണം കഴിച്ചതും അവൻ്റെ ഏട്ടൻ തന്നെയാന്ന് അറിഞ്ഞപ്പോഴേ അവൾക്ക് അവിടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ മതി.
ഇത് നിങ്ങളടി ഇന്ന് വിളിക്കുമ്പോൾ തന്നെ പറയേ. എന്നിട്ട് അവർ വരുമ്പോൾ അവർ നാളെ വരാമെന്നല്ലേ പറഞ്ഞ്. ആ ആ അവരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാം. അവരാരൊക്കെ വരികയാണാവോലെ? ഒന്നും അറിയില്ല. ആരൊക്കെ വരികയാണാവോ? ചിലപ്പോൾ അവനും ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് ഇപ്പം ഉമ്മ ഒറ്റയ്ക്ക് വരില്ലാലോ. ഉമ്മ ഒറ്റയ്ക്കാണെങ്കിൽ പറ്റിയായിരുന്നു. നീ ഇന്ന് ഇവിടെ നിൽക്ക് ജാസ്മി. നിനക്ക് നാളെ വൈകുന്നേരത്ത് പോവാ. ഇതാ ചായ കുടിക്കേ. വീട്ടിൽ വാപ്പ അങ്ങനെ പറഞ്ഞായിരുന്നോ? അവൾക്ക് കുറവില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കായിരുന്നു. ഇപ്പത്തെ പനികളല്ലേ വെച്ചോണ്ടിരിക്കണ്ടെന്ന്. അതിന് ഇപ്പം അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറവുണ്ട്. ആ വാപ്പയും വരാവാർട്ട് നിന്ന് തന്നെയാണ്. നോക്കുമ്പോ ഇന്ന് മൂപ്പർക്ക് ഒഴിവില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും ആയില്ലേ, നാളെ നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് പോയിട്ട് വരാന്ന്. എനിക്ക് അതിന് അവിടെ ഇരുന്നിട്ട് സമാധാനം കിട്ടണ്ടേ. അതാ ഞാൻ പിന്നെ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. ഫേസലോ? അവനൊന്ന് പോയിട്ടുണ്ടേ. അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടും ഇല്ല തോന്നണു അല്ലേ. അവന് കഴിഞ്ഞ ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ. അവൻ്റെയൊക്കെ ലീവ് നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല തോന്നിയിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ആ ആ വീട്ടിൽ നിന്ന് തന്നെ ഓട്ടോയിലെ വന്ന്. ആ അല്ലാണ്ട് ഈ ബസ്സിലൊന്നും തൂങ്ങിപ്പിടിച്ച് കയറി വരാനേ എന്നെ കൊണ്ട് സഹായിക്കില്ല. അതെന്തായാലും നന്നായി. എന്തായാലും നമുക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് പല ശരികളും ഉണ്ടാവും. പക്ഷെ എൻ്റെ ഭാഗത്ത് ഇതിന് ഒരു ശരി മാത്രമേ ഉള്ളൂ. അവളെൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയായിട്ടല്ലേ അങ്ങോട്ട് കയറി വന്ന്. അപ്പോൾ ഇനി അവൾ അവിടെ അങ്ങനെ തന്നെയായിരിക്കും കഴിയുക. നമുക്കും അതന്നെയാണ് ഇഷ്ടം. പക്ഷെ അവൾ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാട്ടുക? രണ്ടാളും സഹിച്ചും കൊണ്ട് ഒരു ജീവിതം അവൾക്ക് വേണ്ടാന്ന് അവൾ പറയണം. അവൾ സൽമാനെ മറന്നിട്ട് തന്നെയല്ലേ ഫൈസലായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച്. പക്ഷെ ഇപ്പം അവൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈസലിൻ്റെ അടുത്തുള്ള ഇഷ്ടപ്പെടും കൊണ്ടൊന്നും ആയിരിക്കില്ല. അവൾ ഇഷ്ടപ്പെട്ട ആളിനെ ജീവിതകാലം മുഴുവൻ അവിടെ കണ്ടുകൊണ്ടിരിക്കണ്ടേ എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും. ഇപ്പം അവൾ ഫൈസലിനെ അല്ല വേറെ ആരെങ്കിലാണ് കല്യാണം കഴിച്ച് പറഞ്ഞാൽ സൽമാനെയൊക്കെ മറന്നിട്ട് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടായില്ലേ. അപ്പം എനിക്കും അതന്നെ കാണുന്നുണ്ട്. ഇവളെൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയായിട്ട് അവൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണണം. ഇനി അവൾക്ക് സൽമാൻ ചതിച്ചു എന്നുള്ള തോന്നലാച്ച അവൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കഴിഞ്ഞതൊക്കെ മറക്കണമെന്നോ ഇനി അവളെ എത്താതെയായിട്ട് കാണണമെന്നോ ഞാൻ അവൻ്റെ അടുത്ത് പറയാം. നിങ്ങൾ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അവളിനെയും പറഞ്ഞയക്കണം. നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ അവനെയും കൂട്ടിയിട്ട് പോവുക. സമാധാനമായിട്ടിരിക്കും. എല്ലാം ശരിയാവും. നിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം സൽമാൻക്ക് അറിയോ? അറിയില്ല. അവനെ പിന്നെ നീ വിളിക്കുകയൊന്നും ചെയ്തില്ലേ അപ്പോൾ? ഇല്ല. എന്നെ കല്യാണം ഉറപ്പിച്ച് പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ടേ ഇല്ല. അപ്പം നീ അവനെ മറന്നു തുടങ്ങിയത് തന്നെയാണ് അല്ലേ? അവനിപ്പോഴും നിന്നെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് എന്താ നിനക്ക് ഉറപ്പ്? നിന്റെ ഒരു വിവരം ഇല്ലാണ്ടായപ്പോൾ അവൻ നിന്നെ മറന്നിട്ടുണ്ടെങ്കിലോ? ഞാൻ പിന്നെയും പിന്നെ അതന്നെ പറഞ്ഞ് നിന്നെ സങ്കടപ്പെടുത്തല്ല കേട്ടാ. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ആളിനെ തന്നെ എല്ലാവർക്കും കിട്ടുമോ? അതൊക്കെ ഒരു യോഗമാണ്. നിനക്കിവിടെ എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാനായിരിക്കും യോഗം. ഞാൻ നോക്കാം. നീ ആ ചായ കുടിച്ചോ? ഫൈസലില്ലേ ഇവിടെ? ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ആരാന്നൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ആദ്യം അവനൊന്ന് വിളിക്കേ. അതിന് അവനിവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ അവൻ വരട്ടെ. അവൻ വരുന്നവരെ ഞാൻ അവിടെ ഇരിക്കുക.
ഓ, ഇവളായിരിക്കുമല്ലേ അവൻ്റെ ഭാര്യ? എൻ്റെ സ്ഥാനം തട്ടിപ്പറിച്ചും കൊണ്ട് ഇവിടെ സുയിച്ച് കഴിയാണ് അല്ലേ? എന്തൊക്കെയാ നീ പറയണ്? നീ ആരാണ്? നിനക്ക് വീട് മറ്റേ മാറിയോ? എനിക്ക് വീടൊന്നും മാറിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ മകൻ ഫൈസലിനെ അന്വേഷിച്ചിട്ട് വന്നത് തന്നെയാണ്. ഞാനും അവനും തമ്മിലേ 2 കൊല്ലമായിട്ട് ഇഷ്ടത്തിലാണ്. എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ഓരോ ആലോചന കൊണ്ടുവരുമ്പോഴേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, പഠിപ്പ് കഴിഞ്ഞിട്ട് മതി പറഞ്ഞിട്ട് ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ അവൻ എന്നെയും പറ്റിച്ചിട്ട് വേറെ പെണ്ണിനെയും കെട്ടി ഇവിടെ സുയിച്ച് കഴിയാന്ന് വിചാരിച്ചോ? ഞാൻ സമ്മതിച്ചത് തന്നെ അതിന്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി വരിക പറഞ്ഞിട്ട് വീട്ടിൽ ലെറ്റർ എഴുതി വെച്ചിട്ട് അങ്ങോട്ട് വന്നിക്കണേ. ഇനി എനിക്കെൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ട് എന്നെ ഇവിടെ സ്വീകരിക്കണം, അതല്ലെങ്കിൽ ഞാൻ അവനെയും വിളിച്ചിട്ട് എവിടേക്കെങ്കിലും പോകും. എനിക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവൻ വന്നില്ലെങ്കിലോ? അവൻ്റെ ഭാര്യയാണിത്. അവൻ ഞാൻ വിളിച്ച എൻ്റെ കൂടെ വരും, അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഭാര്യ നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ കിട്ടിയതായിരിക്കും അവനെ വിളിനെ. നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നണ്ടാട്ടാ. നീ ഇതിൽ നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണം ഉറച്ചതിന് ചെറിയ സൂചനയെങ്കിലും കിട്ടിയതാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തെങ്കിലും വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം അവനക്ക് എൻ്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ പറ്റില്ല എന്ന്. പിന്നെ നിന്നെ കെട്ടിയത് അവനക്ക് എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം കഴിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. എന്തിനാ വെറുതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ജീവിച്ചിട്ട് നിൻ്റെ ലൈഫ് കളയാൻ നിൽക്കണ്? ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ജീവിച്ചോട്ടെ പറഞ്ഞിട്ട് ഒഴിവായി പോവല്ലേ നിനക്ക് നല്ലത്? നീ എന്തായാലും പുറത്തിരിക്കണ്ട, അങ്ങോട്ട് ഉള്ളിലേക്ക് ഇരിക്കേ. അവൻ വന്നിട്ട് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് അറിയട്ടെ, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും സ്നേഹിച്ചവർ തമ്മിൽ ഒന്നാവട്ടെ അല്ലേ? അതന്നെയല്ലേ എല്ലാവർക്കും വേണ്ടതും.